Good morning, sir. Shani, good morning. Nikita, good morning. Good morning, sir. Yes, Swapna, Achu, Priya, Aishwarya, good morning. Good morning, sir. Yes, good morning. Good morning, sir. Nayana, good morning. Good morning, sir. Yes, Achu. ആരാണ് പ്രയർ? Sir, ഞാൻ prayer ചൊല്ലാം. Okay, very good, very good, very good. Dear Lord, come be with us today. Fill our hearts with joy. Fill our minds with learning. Fill our classroom with peace. Fill our friendship with kindness. Amen. Yes. സൈനിങ് ഓൺ ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Hello, sir. എന്നാ പറഞ്ഞോളൂ അച്ചു. Welcome to our class today. It's all work together to share new knowledge and ideas and to learn. I warmly welcome everyone to this new chapter of knowledge on this journey. Let's join hands to learn for each other, regrow and acquire new knowledge. Thank you, sir. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ അച്ചു, ഇനി തോട്ട് ഓഫ് ദ ഡേ അച്ഛൻ്റെ കയ്യിലുണ്ടോ? എന്നാ അവിടെ പറഞ്ഞു. Your time is limited, so don't waste living someone else's life. Yes. Okay. Your time is limited. Very good, Achu. Very good, very good, very good. Yes. അപ്പൊ നമുക്ക് വീണ്ടും ആരംഭിക്കാം. യെസ്, അപ്പൊ നമ്മള് യൂണിറ്റ് 3 നമ്മൾ കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ആക്കിയിരുന്നു. ഇനി അടുത്തത് വരുന്നത് യൂണിറ്റ് 4 ആണ്. യൂണിറ്റ് നമ്പർ 4, ടെൻസസ് ഓഫ് വെർബ് ഇൻ ഇംഗ്ലീഷ്. നോക്കി വെച്ചോളൂ, ടെൻസസ് ഓഫ് വെർബ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ടെൻസസ് ഓഫ് വെർബിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, അപ്പൊ അങ്ങോട്ട് കിടക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇംഗ്ലീഷില് 12 ടെൻസിന്റെ ഫോം ഉണ്ട്. ടെൻസ് ഫോം, 12 ടെൻസ് ഫോംസ് ആണ്. ഇംഗ്ലീഷില് ആര് സംസാരിച്ചു കഴിഞ്ഞാലും ഈ 12 ടെൻസിൽ ഏതെങ്കിലും ഒരു ടെൻസ് ആയിരിക്കും. അതല്ലാതെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റില്ല, ഏതെങ്കിലും ടെൻസിലേ വരും. അപ്പൊ ഞാൻ അതിന്റെ പേരുകൾ വെറുതെ ഒന്ന് പറയുകയാണ്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. മൂന്നെണ്ണം. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അടുത്ത 3. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. അടുത്ത 3. ഇപ്പൊ 9 എണ്ണമായി. ഈ 9 എണ്ണം മതി, എന്നാലും 3 എണ്ണം കൂടി ഉണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ 12 ടെൻസിന്റെ ഫോം ഉണ്ട്. അപ്പൊ ആര് ഇംഗ്ലീഷിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ 12 ടെൻസിൽ ഏതെങ്കിലും ഒരു ടെൻസിലായിരിക്കും സംസാരിക്കുക. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഇമാജിനറി ആയിട്ടുള്ള 2 വാക്കുകൾ ഞാൻ പറയുക. ഐ, ഞാൻ. ടേക്ക്, എടുക്കുക. അപ്പൊ ഐ, ഞാൻ, ടേക്ക്, എടുക്കുക. ഈ വാക്ക് വെച്ചിട്ട് ഈ 12 ടെൻസിലൂടെ ഒന്ന് പോകാം. ഓക്കെ, സിമ്പിൾ പ്രസന്റ് വരുമ്പോ ഞാൻ എടുക്കാറുണ്ടെന്നാണ്. സിമ്പിൾ പാസ്റ്റ് വരുമ്പോ ഞാൻ എടുത്തു. സിമ്പിൾ ഫ്യൂച്ചർ വരുമ്പോ ഞാൻ എടുക്കും. പ്രസന്റ് കണ്ടിന്യൂസ് വരുമ്പോ ഞാൻ എടുക്കുകയാകുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് വരുമ്പോ ഞാൻ എടുക്കുകയായിരുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് വരുമ്പോ ഞാൻ എടുക്കുകയായിരിക്കും. പ്രസന്റ് പെർഫെക്റ്റ് വരുമ്പോ ഞാൻ എടുത്തു കഴിഞ്ഞു. പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് വരുമ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുകയാകുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുമ്പോൾ ഞാൻ എടുത്തുകൊണ്ടേയിരിക്കുകയാകും. ഇതാണ് 12. അപ്പൊ ഞാൻ എന്നുള്ളൊരു പകരം വേറെ വാക്ക് എന്ത് ചേർക്കാം, ടേക്കിന് പകരം വേറെ വാക്ക് ചേർക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള നിത്യജീവിതത്തിൽ സംസാരിക്കുന്ന
എല്ലാ സ്റ്റൈലിലും ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ 12 ടെൻസിൽ ഏതെങ്കിലും ഒരു ടെൻസിലായിരിക്കും നമ്മൾ സംസാരിക്കും. അപ്പൊ ഇത് നിങ്ങൾ ബസ്സിനൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ വല്ല പരസ്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പത്രത്തിനൊപ്പം വരുന്ന ഒരു ഇംഗ്ലീഷ് നോട്ടീസോ ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന നോട്ടീസോ കാണുമ്പോൾ അർത്ഥം മനസ്സിലായില്ലെങ്കിലും അത് ഏത് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത് എന്നൊന്ന് നോക്കി വെച്ചാൽ അത്രയെങ്കിലും നമുക്കൊന്ന് പിടികിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, യെസ്. അപ്പോ വലുതുകാല് വെച്ച് അച്ചു നമുക്ക് ടെൻസിലോട്ട് കയറാം അല്ലേ? യെസ് സാർ. യെസ് സാർ. കർക്കിടക മാസമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കയറാം. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യത്തെ ടെൻസിന്റെ പേരാണ് സിമ്പിൾ പ്രസന്റ്. ഞാൻ കണ്ടീഷൻ ഫോം പഠിപ്പിച്ചപ്പോൾ അവിടെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പരാമർശിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് ടെൻസിന് മാത്രമായിട്ടൊരു ക്ലാസ് നമുക്ക് വീണ്ടും വരും, അന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം എന്ന് നമ്മൾ പറഞ്ഞു. യെസ്, ഒരു സെന്റൻസ് കാണുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പോ രാവിലെ നികിത ചായ കുടിച്ചു. അത് നികിത പറയുമ്പോൾ എന്ത് പറയും? ഞാൻ ചായ കുടിച്ചു അല്ലെ? അപ്പൊ ആദ്യം ഞാൻ, പിന്നെ ചായ, പിന്നെ കുടിച്ചു, ഇങ്ങനെയല്ലേ വന്നത്. ഇംഗ്ലീഷിലാണ് അത് പറയണെന്നുണ്ടെങ്കിലോ ഞാൻ കുടിച്ചു ചായ എന്ന് പറയണം. ഐ ഡ്രാങ്ക് ടീ, അതാണ് ശരി. അല്ലാതെ ഐ ടീ ഡ്രാങ്ക് എന്ന് പറഞ്ഞാൽ തെറ്റണം. എന്ത് ചെയ്തു എന്നുള്ളത് മൂന്നാമതേ പറയാം. മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്തു എന്നുള്ളത് രണ്ടാമത് വരും. ഇതാണ് ഇംഗ്ലീഷും മലയാളവും നമ്മുടെ വ്യത്യാസം. ഈ ഒരു വ്യത്യാസം ഓർമ്മയിൽ ഉണ്ടായിരുന്നാൽ മതി എപ്പോഴും. ഇംഗ്ലീഷ് നമ്മുടെ തെറ്റുമല്ല. എന്ത് ചെയ്തു, ആരെ ചെയ്തു, ആ സംഗതികളൊക്കെ മൂന്നാമത്. യെസ്, ഇതാണ് ഇംഗ്ലീഷും മലയാളവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമുക്ക് പറയാം, നികിത പറയുന്നത് ഐ ഡ്രാങ്ക് ടീ. ഐ സബ്ജക്റ്റ് ആണ്, ഡ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബാണ്. അപ്പൊ ആ സബ്ജക്റ്റും വെർബും നോക്കിക്കഴിഞ്ഞാൽ ഏത് ടെൻസിലാണ് ഈ വാചകം എഴുതിയിട്ടുള്ളത് എന്ന് നമുക്കറിയാൻ പറ്റും. അത് കഴിഞ്ഞാലും ആ സെന്റൻസിൽ വേറെയും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം, ഇതൊന്നും നമ്മൾ നോക്കണ്ട. ടെൻസ് അറിയാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് നോക്കുക, വെർബ് നോക്കുക. ആ രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഏത് ടെൻസിലാണത് എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആ ടെൻസിന്റെ പേരാണ് സിമ്പിൾ പ്രസന്റ്. SIMPLE, സിമ്പിൾ, PRESENT, പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്. ഒന്നാമത്തെ സിമ്പിൾ പ്രസന്റ്. അപ്പൊ ഇന്ന് നമുക്ക് സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാം. യെസ്, സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു. യെസ്, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു. ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. എന്തുപയോഗിക്കുന്നു? പ്രസന്റ് ടെൻസ്. നമുക്കറിയാം ഒരു വെർബിന് 3 കാലങ്ങൾ പറയും. 3 കാലങ്ങൾ. അതിപ്പോ V1, V2, V3 എന്ന് പറയാം. അല്ലെങ്കിൽ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഗോ പ്രസന്റ് ടെൻസ് ആണ്, വെന്റ് പാസ്റ്റ് ടെൻസ് ആണ്, ഗോൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ടേക്ക് പ്രസന്റ് ടെൻസ് ആണ്, ടുക്ക് പാസ്റ്റ് ടെൻസ് ആണ്, ടേക്കൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. കട്ട് പ്രസന്റ് ടെൻസ് ആണ്, വേറെ കട്ട് അത് പാസ്റ്റ് ടെൻസ് ആണ്, വേറൊരു കട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അത് 3 സെയിം ആണ്. കട്ട് 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 കട്ട്. യെസ്, ലുക്ക് പ്രസന്റ് ടെൻസ് ആണ്, ലുക്ഡ് LOOKED അത് പാസ്റ്റ് ടെൻസ് ആണ്, LOOKED പാസ്റ്റ് പാർട്ടിസിപ്പിളും ലുക്ഡും തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഒരു വെർബിന് നമുക്ക് 3 കാലങ്ങൾ പറയാൻ പറ്റും. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഇവിടെ പറയുന്നത് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം, ഒരു ഇംഗ്ലീഷിൽ വാചകം എഴുതുമ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈ വെർബിന്റെ 3 ഫോം നമ്മൾ പറഞ്ഞില്ലേ, അതിൽ ആദ്യത്തെ പ്രസന്റ് ടെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ V1. ആ V1ന്റെ
അടിയിൽ വരുന്ന വെർബാണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. അത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, അത് നോക്കിയാൽ മതി. ഇപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ സിമ്പിൾ പ്രസന്റ് ഹെഡിങ് കൊടുക്കുന്നു. അതിന്റെ അടിയിൽ എസ് പ്ലസ് വി വെർബ് എന്നുള്ളതിന് ഷോർട്ട് ഫോം ഇത്. എസ് സബ്ജക്റ്റ് ആണ്, അതിന്റെ ഷോർട്ട് ഫോമാണ് എസ് പ്ലസ് വി വെർബിന്റെ. എസ് പ്ലസ് വി ബ്രാക്കറ്റില് പ്രസന്റ് ടെൻസ്, PRESENT പ്രസന്റ് ടെൻസ്. ഓക്കെ, അപ്പൊ അവിടെ നോക്കിയേ, സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ അതിനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം, ഐ റീഡ്, റീഡ് പ്രസന്റ് ടെൻസ്. ഐ റീഡ് ഇംഗ്ലീഷ് ഗ്രാമർ ടെക്സ്റ്റ്. ഐ സബ്ജക്റ്റ് ആണ്, റീഡ് പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബാണ്. ബാക്കി നമ്മൾ നോക്കണ്ട, ഇംഗ്ലീഷ് ഗ്രാമർ ടെസ്റ്റ് വിട്ടേര്, അതായത് ഒബ്ജക്റ്റ് മാനർ, ഇത് രണ്ടും നോക്കിയാൽ മതി. യെസ്, അപ്പൊ നമുക്ക് പറയാം, അടുത്ത് പറയാം, ദേ സബ്ജക്റ്റ്, ഗോ പ്രസന്റ് ടെൻസ്. ദേ ഗോ ടു ടെമ്പിൾ വൺസ് ഇൻ എ മന്ത്. മാസത്തിൽ ഒരു പ്രാവശ്യം അവര് അമ്പലത്തിൽ പോകുന്നു. ദേ ഗോ ടു ദ ടെമ്പിൾ വൺസ് ഇൻ എ മന്ത്. മാസത്തിൽ ഒരു പ്രാവശ്യം അവര് അമ്പലത്തിൽ പോകുന്നു. യെസ്, അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ, സബ്ജക്റ്റ് കഴിയുക, സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബ് ഉപയോഗിക്കുക, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ് പ്ലൂറൽ ആണ് എന്നൊന്ന് നോക്കാം. സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ, പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ. അപ്പോ പ്ലൂറൽ ആണെങ്കിൽ കുഴപ്പമില്ല, അതുപോലെ തന്നെ എഴുതിയാൽ മതി. സിംഗുലർ ആണെങ്കിൽ മാത്രം, എന്നുവെച്ചാല് ഒരാളുള്ളെങ്കിൽ, സബ്ജക്റ്റ് ഒരാളുള്ളെങ്കിൽ ആ വെർബിന്റെ കൂടെ ഒരു എസ് എന്നോ ES എന്നോ ചേർക്കണം. അത് ചിലതിന് ES ആണ്, ചിലതിന് S ആണ്. യെസ്, അപ്പോ നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞു ദേ ഗോ ടു ടെമ്പിൾ വൺസ് ഇൻ എ മന്ത്. ദേ, ആ ദേ എന്നുള്ളതിന് പകരം ഹി എന്നാന്ന് വിചാരിക്കും. ഹി, ദേ എന്ന് പറഞ്ഞപ്പോ അവ ഒന്നും കൂടുതലുണ്ടായി പ്ലൂറൽ, അപ്പൊ കുഴപ്പമില്ല. ദേക്ക് പകരം ഹി എന്ന് വിചാരിക്കും. അവൻ, അവൻ എന്ന് പറയുമ്പോ എത്ര പേരുണ്ട്? ഒരാളെ ഉള്ളൂ. അപ്പൊ ഗോ എന്ന് പറഞ്ഞ തെറ്റാണ്, ഗോസ് എന്ന് പറയണം. ഹി ഗോസ് ടു ദ ടെമ്പിൾ വൺസ് ഇൻ എ മന്ത്, അതാണ് കറക്റ്റ്. ഇനി ആ ഹീക്ക് പകരം അവിടെ ഷീ ആണെന്ന് വിചാരിക്കും. SH ഷീ, അവൾ. അപ്പോഴും എത്ര ആളുണ്ട്? ഒരാളല്ലേ ഉള്ളൂ. അവൾ എന്ന് പറയുമ്പോൾ അപ്പോഴും എന്ത് വേണം? ഷീ ഗോ ടു ടെമ്പിൾ എന്ന് പറയുന്നത് തെറ്റാണ്. ഷീ ഗോസ് ടു ടെമ്പിൾ, ഇതാണ് കറക്റ്റ്. പ്ലൂറൽ ആണെങ്കിൽ SE ചേർക്കണ്ട, സിംഗുലർ ആണെങ്കിൽ എന്ത് ചേർക്കണം? SE ചേർക്കണം. അപ്പൊ ഇനിയപ്പോ ഇവിടെ നിങ്ങൾക്ക് വേറൊരു സംശയം മനസ്സിലോട്ട് വരാം. ഇപ്പോ യു ആണ് സബ്ജക്റ്റ് എന്ന് വിചാരിക്കും, യു. അപ്പോ പ്രിയ ജോയിനെ മാത്രം നോക്കിയിട്ട് എനിക്ക് പറയാം നിങ്ങൾക്ക് പനിയാണ്. അപ്പൊ ആ നിങ്ങൾ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിയ മാത്രമാണ്. പ്രിയയെയും ശനിയെയും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് എനിക്ക് പറയാം നിങ്ങൾക്ക് പനിയാണ്. അപ്പൊ ആ നിങ്ങൾ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടുപേരെയാണ്, പ്രിയ ആൻഡ് ശനി. അപ്പൊ പ്ലൂറലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, യു എന്ന് പറയുന്ന വേർഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സിംഗുലർ, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പ്ലൂറൽ. രണ്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോ പ്രിയ ജോയി, യു സബ്ജക്റ്റ് ആകുമ്പോ അപ്പൊ എസ് വേണോ വേണ്ടേ? യു സബ്ജക്റ്റ് ആകുമ്പോ വെർബിന്റെ കൂടെ എസ് വേണോ വേണ്ടേ? വേണ്ട.
നേരത്തെ തുടങ്ങിയ വേണ്ട, അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും വേണ്ട സാറേ അല്ലേ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, പ്രിയ ജോയി പറഞ്ഞ കറക്റ്റ് ആണ്. അപ്പൊ യു എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ ആയിട്ടും ഉപയോഗിക്കും, പ്ലൂറൽ ആയിട്ടും ഉപയോഗിക്കും. നിങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാളെ നമുക്ക് ഉദ്ദേശിക്കാം, ഒന്നിൽ കൂടുതൽ ഉദ്ദേശിക്കാം. അതുകൊണ്ട് എപ്പോഴും അത് പ്ലൂറൽ ആയിട്ട് കണക്കാക്കിയാൽ മതി, സിംഗുലർ ആയിട്ട് കണക്കാക്കണ്ട. അതുകൊണ്ട് എന്ത് വേണ്ട? എസ് അതിന്റെ കൂടെ വേണ്ട, വെർബിന്റെ കൂടെ വേണ്ട. യു സബ്ജക്റ്റ് ആയിട്ട് വരുന്ന വാചകത്തില് എസ് വേണ്ട. ഇനി അടുത്തൊരു വാചകം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഐ റീഡ് ഇംഗ്ലീഷ് ഗ്രാമർ ടെക്സ്റ്റ് ബുക്ക്. ഐ റീഡ് ഇംഗ്ലീഷ് ഗ്രാമർ ടെക്സ്റ്റ് ബുക്ക് നേരത്തെ പറഞ്ഞു. ഐ സബ്ജക്റ്റ് ആണ്, റീഡ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ആണ്. യെസ് ഐശ്വര്യ, ചോദ്യം ഇതാണ്, ഐ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ, അപ്പോ ഐ റീഡ് അല്ലല്ലോ, ഐ റീഡ്സ് അല്ലേ കറക്റ്റ്? പക്ഷെ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത് ഒറ്റ ഇതല്ലേ, അപ്പോ റീഡ്സ് ഒന്നും വേണ്ട. റീഡ്സ് വേണ്ട, ഒറ്റ ഇതല്ലേ? ഒറ്റ എനിക്ക് പിടിക്കിട്ടില്ല. I read English grammar കറക്റ്റ്. യെസ്, ഓക്കെ ഓക്കെ. എന്താണ് നിയമം എന്ന് പിടികിട്ടിയില്ലെങ്കിലും ഐശ്വര്യക്ക് മനസ്സിലായി. ഐ റീഡ്സ് എന്ന് പറയുമ്പോൾ എവിടെയോ ഒരു കല്ല് കടിക്കുന്ന പോലെ തോന്നി അല്ലേ? യെസ് യെസ്. അപ്പൊ അതുകൊണ്ട് മനസ്സിലായി അവിടെ എസ് വേണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, യുവർ ഇമാജിനേഷൻ ഇസ് കറക്റ്റ് ഐശ്വര്യ. ഐശ്വര്യ സങ്കല്പിച്ച കറക്റ്റ് ആണ്. നമ്മള് ഒരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാല് ഐ ലവ് യു എന്ന് പറയും. ഐ ലവ് യു. ഐ സബ്ജക്റ്റ് ആണ്, ലവ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ആണ്. പിന്നെ ഐ സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ശരിക്കും ഐ ലവ്സ് യു എന്നല്ല പറയണ്ടേ ഒരാളുള്ളെങ്കിൽ. ഐ എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ, ഐ ലവ്സ് യു എന്നല്ല പറയേണ്ടത്. പക്ഷെ നമ്മൾ ഐ ലവ്സ് യു എന്ന് പറയുമ്പോൾ തന്നെ തോന്നും, ഓ ഒരു കേൾക്കുന്ന ഇത് ശരിയല്ലല്ലോ, ഒരു ഐ ലവ് യു പോലും മര്യാദക്ക് അറിയാൻ പാടില്ലാത്ത ആളാണോ എന്ന് ചോദിക്കും, വിചാരിക്കും ഇല്ലേ? അപ്പൊ അതൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിൽ വെക്കാം. ഐ എന്ന് പറയുമ്പോ ഒരാളെ ഉള്ളുവെങ്കിലും ഇംഗ്ലീഷിൽ തന്നെ പറയുന്ന പേര്, ആ ഐനെ പറയുന്ന പേര് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എന്നാണ്. പാവ കാര്യങ്ങളൊക്കെ നിങ്ങൾ പോകണ്ട, ഒരു കാര്യം ഓർത്താൽ മതി, ഐയുടെ കൂടെ എസ് ചേർക്കണ്ട, ഐയുടെ കൂടെ എസ് ചേർക്കണ്ട. യെസ്, അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടി പറയും. അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് കഴിഞ്ഞാൽ വെർബിന്റെ പ്രസന്റ് ടെൻസ് ആയിരിക്കും ഉപയോഗിക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ്ഒ അല്ലെങ്കിൽ ഇഎസ്ഒ വരും. പക്ഷേ ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും അത് സിംഗുലർ ആയിട്ട് തോന്നുമെങ്കിലും എസ് ചേർക്കേണ്ടതില്ല. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അപ്പൊ ഇനി ഇതിന്റെ ബാലൻസ് ഉള്ള കാര്യത്തിലൂടെ നമുക്ക് കിടക്കാം. യെസ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 12 ടെൻസിന്റെ ഫോമിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ ഓരോന്നിന്റെ അർത്ഥത്തിന്റെ വ്യത്യാസവും പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിന്റെ പ്രത്യേകത, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരാളൊരു വാചകം പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാളുടെ ഹാബിറ്റ് ആണ് അതെന്നാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയണം, ഐ ഡ്രിങ്ക് ടീ. ഐ സബ്ജക്റ്റ് ആണ്, ഡ്രിങ്ക് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ആണ്. അപ്പൊ അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, ചായ സാറ് സ്ഥിരം കുടിക്കാറുണ്ട്. അതാ കാരണം എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചേക്കണേ. സിമ്പിൾ പ്രസന്റ് എപ്പോഴും സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ അമ്മ രാവിലെ 8 മണിക്ക് എഴുന്നേൽക്കുന്നു. അപ്പൊ നിങ്ങൾ പറയുന്നു, മൈ മദർ ഗെറ്റപ്പ്. ഗെറ്റപ്പ് എഴുന്നേൽക്കുക. മദർ എന്ന് പറയുമ്പോൾ ഒരാളുള്ളൂ, അപ്പൊ ഒരു എസ് വിളിച്ചേർത്തേക്കുക. മൈ മദർ ഗെറ്റ്സ് അപ്പ് അറ്റ് 8 o'clock in the morning. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ മൈ മദർ സബ്ജക്റ്റ് ആണ്, പിന്നെ ഗെറ്റ്സ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് അവിടെ എസ് കൂടി ചേർത്തതാണ്. അപ്പൊ ഗെറ്റ്സ് അപ്പ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ആണ്.
അപ്പൊ ഇതിൽ നിന്ന് ഒരു മനസ്സിലാക്കണം, ആ അമ്മ 8 മണിക്ക് എഴുന്നേൽക്കുന്നത് അവരുടെ ക്യാരക്ടറാണ്, അതാണ് അവരുടെ സ്വഭാവം. ഐ ഗോ ടു ചർച്ച് വൺസ് ഇൻ എ വീക്ക്. ഐ സബ്ജക്റ്റ്, ഗോ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ്, സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി, ഐ ഗോ ടു ചർച്ച് വൺസ് ഇൻ എ വീക്ക്. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ പള്ളിയിൽ പോകും. അപ്പൊ സ്ഥിരമായിട്ട് ചെയ്യാന്നില്ല, എല്ലാ ദിവസവും ചെയ്യണമെന്നല്ല, ആഴ്ചയിൽ ഒരു ദിവസം പോകുന്നതാണ് എന്റെ സ്ഥിര പരിപാടി. മാസത്തിൽ ഒരു പ്രാവശ്യം പോകുന്നതാണ് എന്റെ സ്ഥിരം പരിപാടി. അല്ലാതെ ഹാബിച്വൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ അത് എല്ലാ ദിവസവും ചെയ്യണമെന്നല്ല. യെസ്, നമ്മുടെ ഹാബിറ്റ് ആയിട്ട് ഉണ്ടാവൂലേ. ചില ആളുകൾ ആഴ്ചയിൽ ഒരു ദിവസം നോൺ വെജ് ഉപയോഗിക്കും, ചില ആളുകൾ ഒരു പക്ഷേ എല്ലാ ദിവസവും വെജിറ്റേറിയൻ ആയിരിക്കും. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ രീതിയല്ലേ, അത് അവരുടെ ഹാബിറ്റാണ്. അപ്പൊ നമുക്ക് പറയാം, ഒരു സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ സിമ്പിൾ പ്രസന്റ് ടെൻസ്. ആ സിമ്പിൾ പ്രസന്റ് ടെൻസ് കാണിക്കുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ്. എന്താണ് ഹാബിച്വൽ ആക്ഷൻ? ഹാബിറ്റാണ് കാണിക്കുന്നത്, സ്ഥിരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, നികിത. നികിതക്കുണ്ടെന്ന് നികിതക്ക് തോന്നുന്ന, സ്ഥിരം ചെയ്യുന്നുണ്ടെന്ന് നികിതക്ക് തോന്നുന്ന ഒരു 5 കാര്യങ്ങൾ നികിത പറയാം. അപ്പൊ നികിതക്ക് വേണമെങ്കിൽ പറയാം, ഐ ഗെറ്റ് അപ്പ് അറ്റ് 7 o'clock in the morning. രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കും, അതെന്റെ സ്വഭാവമാണ്. ഓക്കെ, അത് പറയാലോ. യെസ്, ഐ ക്ലീൻ മൈ ബെഡ്റൂം. എന്റെ ബെഡ്റൂം ഞാൻ ക്ലീൻ ആക്കുന്നു, അതെന്റെ ക്യാരക്ടർ. ഐ സബ്ജക്റ്റ്, ക്ലീൻ പ്രസന്റ് ടെൻസ് ഓഫ് ദി വെർബ്. യെസ്, വേണമെങ്കിൽ നികിതക്ക് പറയാം, ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 9:30 AM. 9:30 എന്ന് പറയുന്ന ഒരു സമയമുണ്ടെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും. യെസ്, ഐ ഈറ്റ്, അല്ല, ഈറ്റ് പ്രസന്റ് ടെൻസ്, ഐ സബ്ജക്റ്റ്, ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 9:30 AM. 9:30 ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പൊ അങ്ങനെ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ച് നികിതയ്ക്കുണ്ട് എന്ന് നികിതയ്ക്ക് തോന്നിയിട്ടുള്ള 5 സ്വഭാവം പറയുക. അപ്പൊ ഇനിയിപ്പോ നികിതക്ക് വേണം പറയണമെന്നില്ല. നികിതക്ക് വേണമെന്നുണ്ടെങ്കിൽ നികിത മക്കളെ കുറിച്ച് പറയാം. മകൻ എപ്പോഴും ഫുട്ബോൾ കളിക്കുന്നു. അപ്പൊ നികിതക്ക് പറയാം, മൈ സൺ പ്ലേ. പ്ലേ എന്ന് പറയുമ്പോൾ മൈ സൺ ആണ്, ഒരാളുള്ളൂ. അപ്പൊ എസ് കൂടി ചേർക്കാം. മൈ സൺ പ്ലേസ്, PLAYS, പ്ലേസ് ഫുട്ബോൾ. എന്റെ മകൻ എന്ത് ചെയ്തു? ഫുട്ബോൾ കളിക്കാറുണ്ട്. യെസ്, എന്നും പിള്ളേരെ പിടിച്ച് തല്ലാറുണ്ട് നമ്മൾ. അപ്പൊ നിങ്ങൾക്ക് പറയാം, ഐ ബീറ്റ് മൈ ചിൽഡ്രൻ. ഐ സബ്ജക്റ്റ്, ബീറ്റ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. ഞാൻ എന്നും കുട്ടികളെ അടിക്കാറുണ്ട്. യെസ്, ചില ആളുകള് എല്ലാ ദിവസവും വാഷ് ചെയ്യാറുണ്ട്. അപ്പൊ അത് പറയാം, വി വാഷ്. വി സബ്ജക്റ്റ്, വാഷ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. വി വാഷ് അവർ ഡ്രസ് എവറി ഡേ. എല്ലാ ദിവസവും ഞങ്ങൾ ഡ്രസ്സ് വാഷ് ചെയ്യാറുണ്ട്. അപ്പൊ ഓരോരുത്തരും നോക്കി വെക്കുക, നിങ്ങൾക്കുള്ള 5 സ്വഭാവങ്ങൾ. സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ പുറത്ത് പറയാൻ പറ്റുന്ന നല്ല 5 സ്വഭാവങ്ങൾ ഒന്ന് നോക്കി നോക്കുക. അപ്പൊ നികിതൊക്കെ ആലോചിക്കാനുള്ള സമയമാണ് ഞാൻ തന്നത്. നികിത ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ചുവിലോട്ട് വരാം. അച്ചു റെഡി ആയിക്കോളൂ. അത് കഴിഞ്ഞ പ്രിയ, അത് കഴിഞ്ഞ ശനി. യെസ്, റെഡി ആയിക്കോളൂ. നികിത ഐശ്വര്യമായിട്ട് ആരംഭിച്ചു. My son goes to school 9:30 AM. സമയം പറയുമ്പോ അതിന്റെ തൊട്ട് മുന്നിൽ, സമയം എപ്പോഴും പറയുമ്പോൾ അതിന്റെ തൊട്ട് മുന്നിൽ ഒരു അറ്റ് കൂടി ചേർത്ത വേഷായി. പറഞ്ഞു. My son goes to school at 9:30 AM every day. ഇപ്പൊ പറയുമ്പോ കുറച്ചുകൂടി ഭംഗി പോലെ തോന്നുന്നില്ല. അറ്റ് കൂടി വന്നപ്പോ ഒരു സംഗതി കറക്റ്റ് ആയി, ഇല്ലേ? Yes.
Yes, sir. ഞങ്ങളുടെ ബലത്തിൽ പറയാനിരിക്കുന്ന പേടിച്ചിരിക്കുകയാണ്. ഓക്കെ 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 ഓക്കെ. കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ഇത് വേറെ ലെവലാവുന്ന അറ്റും കൂടി വരുമ്പോഴാണ് ഇതിന് ഭംഗി വേണ്ടത്. ഓക്കെ, കണ്ടിന്യൂ. ബാക്കി പറഞ്ഞു. My son watches ന്നില്ലേ? പറഞ്ഞോ. My son watches TV. Yes. My son watches TV. ഞാൻ എൻ്റെ കൂടുതൽ വാക്കുകൾ ചേർക്കുന്നത് ആഫ്റ്റർ സ്കൂൾ. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ എൻ്റെ മകൻ TV കാണാറുണ്ട്. കറക്റ്റ് ആണ്. വെരി ഗുഡ്. അടുത്തത്. I pray every night. I pray every night. എല്ലാ രാത്രികളിലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. യെസ്. ഓക്കെ. പിന്നെ I cook every day. സബ്ജക്റ്റ് പറഞ്ഞില്ല, അത് തന്നെയാണ് വെർബ്. I cook. ഇപ്പൊ ശരി. I cook every day morning. യെസ്. ഞാൻ ഓക്കെ എവരി ഡേ. ഞാൻ അത് കൂടി ഒന്ന് ഭംഗിയാക്കിയത് എനിക്കിത്. I cook food for the family. ഇപ്പൊ ഇതുകൂടി ഭംഗിയായില്ലേ? ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. I cook സബ്ജക്റ്റും വെർബുമായി. ഫുഡ് ഫോർ ദി ഫാമിലി. ഓക്കെ. അടുത്തത്. അഞ്ചായ? അഞ്ചായി. അഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത് ഇപ്പൊ 6 പോന്നെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നും കേട്ടോ. ഓക്കെ. അച്ചു പറയും. I wake up in the morning. Yes. I wake up at 7 o'clock. Okay, correct. സമയം പറയുമ്പോ എപ്പോഴും അറ്റ് ചേർത്തു. അടുത്ത് പറഞ്ഞോളൂ. I love her movie. I love Her movie. her movie. Yes, correct. Yes. പറ. നേരം പോണ 2:01 12:01. ഞാൻ പറഞ്ഞില്ല. ആലോചിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതിയാ. ഓക്കെ. ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ 5 ആലോചിച്ച് വെച്ചോ എന്ന് പറഞ്ഞാലേ. ഓക്കെ. ഗെറ്റ് റെഡി. പറയാം. പ്രിയ ജോയി പറഞ്ഞോളൂ. സാർ ഞാൻ പിന്നെ പറഞ്ഞോടാ. ഓക്കെ. പറഞ്ഞോളൂ പ്രിയ. I drink plenty of water. Yes, correct. I sleep 8 hours daily. Yes, correct. My son do homework every evening. നികിത, ആ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? Every day മതിയോ? ഇപ്പൊ പ്രിയ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? My son do homework every day. ഇത് പറഞ്ഞത് തെറ്റാണോ ശരിയാണോ? ആർക്കെങ്കിലും പറയാം കേട്ടോ. എസ് ചേർത്തില്ല. മൈ സൺ എന്ന് പറയുമ്പോ ഒരു മോനല്ലേ ഉള്ളൂ, സിംഗുലർ അല്ലേ. അപ്പൊ ഡു എന്നുള്ളത് എന്താക്കണം? ഡസ് ആക്കണം. മൈ സൺ ഡസ് ഹോംവർക്ക്. അങ്ങനെ വേണ്ടേ? ഓക്കെ. അത് മറന്നുപോലെ ആ മാർജിൽ എവിടെയെങ്കിലും എഴുതിയിടും. ഓക്കെ, പറഞ്ഞോ. ഓക്കെ പ്രിയ. I exercise daily. കറക്റ്റ് ആണ്. I read newspaper daily. കറക്റ്റ് ആണ്. I watch movie every day. കറക്റ്റ് ആണ്. ഹോൾ ഡേ. ഇപ്പൊ പ്രിയന്തി തന്ത്രപരമായിട്ട് മൈ സണ്ണൊക്കെ പറയുമ്പോൾ എസ് ചേർക്കാൻ പറ്റുമോ? കൈ വെച്ച് പറയുകയാണെങ്കിൽ പിന്നെ ആ കുഴപ്പമില്ലല്ലോ. തന്ത്രപരമായ നീക്കമാണ് അല്ലേ സ്വപ്ന? യെസ്. പറഞ്ഞോ. അതെ, എല്ലാ ഇതനുസരിച്ച് പറയാം. മാറ്റി മറിച്ചൊക്കെ പറയും. മൈ മദർ ഇല്ലോ, മൈ ഫാദർ ഇല്ലോ,
മൈ ഫാദർ, അങ്ങനെയൊക്കെ. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, മേസൻ, മൈ നൈബർ, അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയും. പല ജാതി വരട്ടെ. അപ്പൊ സംഗതി പിടികിട്ടില്ലേ പ്രിയ? മനസ്സിലായി. ഞാൻ അത് നോക്കിയില്ല, ഞാൻ പെട്ടെന്ന് കിട്ടിയ സെന്റൻസ് അങ്ങോട്ട് എഴുതിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. സ്വപ്ന, ഐശ്വര്യ, നയന, ഷീന, ഗെറ്റ് റെഡി. ഞാൻ വരാം. ശനി പറയും. I clean my house every day. കറക്റ്റ്. I attend online class every working day. ഓ, പിന്നെ വെരി ഗുഡ്. my son goes to school every day. കറക്റ്റ്. They open their shop every day. യെസ്, കറക്റ്റ്. We praise to God every day എന്ന് വരില്ലേ? പ്രൈസ് അല്ല വരിക. വി ആവുമ്പോ പ്രേ, ഞങ്ങൾ ഒന്നിൽ കൂടുതലല്ലേ, അപ്പൊ പ്രേ മതി. പ്രേ മതി. ഓക്കെ. ഇത് ശരിയാ. ഷീ പ്രാക്ടീസസ് മ്യൂസിക് എവറി ഡേ. ശരിയാണോ? പ്രാക്ടീസസ് അല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ സാർ. വെരി ഗുഡ്, വെരി ഗുഡ്. ശരി, എല്ലാം 10 കറക്റ്റ് ആണ്. സ്വപ്ന വരാം, വച്ചു ഞാൻ വരാം. സ്വപ്ന അതിനുള്ള ഒരു 5 എണ്ണം സ്വപ്നയുടെ സ്വഭാവം ഞങ്ങളൊന്ന് അറിയട്ടെ. I like to sing a song. I like to sing a song. Correct ആണ്. I subject ആണ്, like present tense of the verb. I like to give food for cats. Yes, correct ആണ്. My father wants to watch movie every time. Yes, my father wants. ഇത്രയും പേരെ ഞാൻ നോക്കുന്നുണ്ട്. കറക്റ്റ് ആണ്. അച്ഛൻ ഒരാള് wants. കറക്റ്റ്. My son goes to do homework every day. Yes. അപ്പൊ my son goes വേണ്ട, my son does Okay. homework every day. പിന്നെ 5ാമത്തെ I like to എന്നാ ചേർക്കുന്നത്? ലൈക്ക് വിട്, കുറച്ചേരം ലൈക്കുമ്പോ വേറെ എന്തെങ്കിലും I wash clothes every day. Yes, okay, correct. Very good. മോള് പറഞ്ഞോ പെട്ടെന്ന് 5ാമത്തെ. Yes. Very good. Yes. Aishwarya, പറയൂ. Sir, my husband called me at midnight. Yes, അപ്പൊ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. മൈ ഹസ്ബൻഡ് അല്ലേ, അപ്പൊ ഒരാളല്ലേ ഉള്ളൂ, അപ്പൊ കോൾ വരില്ല, കോൾസ്. എന്നാ പറഞ്ഞേ? Okay, sorry. Yes. My father works at the construction site. Correct. പിന്നെ my son drinks milk every day. Yes. I drove my son off to the school. Yes. പിന്നെ 4 ഞാൻ എഴുതിയുള്ളൂ ഇപ്പോ. Okay, Aishwarya. Very good. നയനയുടെ പറട്ടെ. നയന വരുമെന്ന് വിചാരിക്കാം. ഷീന ടോമി പറഞ്ഞോളൂ. ഓക്കെ. ഷീന വെയിറ്റ് ചെയ്ത്. നയന വന്നോളൂ. നയന പോര്. നയന പറഞ്ഞോളൂ. നയന. The sun rises in the every morning. Sir, ഇപ്പൊ കേൾക്കാവോ? എന്തോ? ഹലോ, പറഞ്ഞോളൂ സാർ. നയന കേൾക്കാവോ? കേൾക്കാം. The sun rises in the every morning. Yes. അപ്പൊ എന്തോ ടെക്നിക്കൽ എററാണ്. നയനൊക്കെ പറ്റിയിട്ടുള്ള നമുക്ക് വിളിക്കാം. എന്നാ ഷീന പറഞ്ഞോളൂ. ഷീന ടോമി. Yes.
Oh, sir. പറഞ്ഞോളൂ. I drink water every day. Yes, I drink water every morning. അത് ഭംഗിയാണ്. രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നപോലെ. We go to കേട്ടു. നയന ഞാൻ വരാം. ഓക്കെ, ഷീല പറഞ്ഞോളൂ. We go to church every Sunday. Yes, correct. എന്റെ മുന്നിൽ ഓൺ കൂടി ചേർക്കണം. ഓൺ എവരി സൺഡേ. Okay. Meera comes today my house. Today in my house. Meera comes. Meera comes to my house today. And today on the last പറഞ്ഞാ. My house today. Okay. Our cats sleep in our chair. Yes. On our chair. My children eat chapati. Yes. Okay. അത്രേ ഉള്ളൂ. Yes, very good. നയന പറഞ്ഞോളൂ. ഓക്കെ സർ, ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം. അന്നേരത്തെ കേൾക്കാൻ വേണ്ടി. The sun rises in the every morning. Yes. My mom cooks delicious food. Yes. My dog barks loudly. Yes. My doctor waters the plant every day. Yes. My doctor drinks. Yes. ഇടക്ക് അത് ഒന്ന് കട്ടായി പോകുന്നുണ്ട് നയന. യെസ്, എന്നാ അച്ചു പറഞ്ഞോളൂ. I lost my keys. Yes. My hobby is reading books. യെസ്, അത് തെറ്റാണ്. കാരണം അത് ടെൻസ് മാറി. കാരണം സബ്ജക്റ്റ് കഴിഞ്ഞ് വെർബിന്റെ പ്രസന്റൻസ് അതിനകത്ത് എവിടെ? ING വരൂല. ING വന്നേക്ക് പിന്നീട് നമുക്ക് വരാൻ പോകുന്നുള്ളൂ. സബ്ജക്റ്റ് കഴിഞ്ഞാൽ പിന്നെ പ്രസന്റൻസ് അത് വേണം. ഇതായിരിക്കും അതിന്റെ നിയമം. I learn English every day. Yes, that's correct. I speak Malayalam. Yes, correct. I am a teacher. അതും വരൂല. അതിന്റെ അകത്ത് വെർബിന്റെ പ്രസന്റൻസ് എവിടെ? യെസ്, ആം നമുക്ക് പറയാം, പക്ഷെ നമുക്കൊരു മെയിൻ വെർബ് ഇല്ല. ഓക്കെ, പറഞ്ഞോ അടുത്തത്. I like to read books. Yes, correct. I am doing my homework. ഈ സാമാനൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ വേറെ സ്ഥലത്താണ് വരുന്നത് കേട്ടോ. ഇറ്റ് യൂസ് വെരി ഡിഫിക്കൽട്ട് എന്ന് വരും. ഇറ്റ് യൂസ് എന്നാണ് അവര് യൂസ്. ഇറ്റ് വരുമ്പോ ഏതാ വരിക? ഇറ്റ് ഒരു പീസ്. ഇറ്റ് ഈസ് അല്ലേ? ഇറ്റ് ഈസ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ പറഞ്ഞു നിർത്തിയത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. ആ സിമ്പിൾ പ്രസന്റ് ടെൻസ് എപ്പോഴും ഒരു ഹാബിറ്റ് കാണിക്കുന്നതാണെന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ പോസിറ്റീവ് വാചകങ്ങളാണ് പറഞ്ഞത്. I get up at 6 o'clock in the morning. I drink a glass of water in the morning. I beat my children. I call my husband at midnight. ഇതെല്ലാം നമ്മൾ പറഞ്ഞ പോസിറ്റീവ് വാചകങ്ങളാണ്. അപ്പോ ഞാൻ പറഞ്ഞു പതിവിനെ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ചിലപ്പോ പതിവായിട്ട് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അതും ഒരു പതിവല്ലേ? ചെയ്യുന്ന കാര്യം മാത്രമായിരിക്കേണ്ട പതിവ്, ചെയ്യാത്ത കാര്യവും പതിവായിരിക്കും. യെസ്, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചായ കുടിക്കാറില്ല, അത് പറയാല്ല, അതെന്റെ പതിവാണ്. ചായ കുടിക്കാറില്ല എന്നുള്ളത് എന്റെ പതിവാണ്. യെസ്, ആണോ? അപ്പൊ നെഗറ്റീവ് വാചകങ്ങളിലും പതിവ് വരാം. പോസിറ്റീവ് വാചകങ്ങൾ മാത്രമല്ല, നെഗറ്റീവ് വാചകങ്ങളിലും പതിവ് വരാം. ഞാൻ മദ്യപിക്കാറില്ല,
അതും വേണമെങ്കിൽ നമുക്ക് നെഗറ്റീവ് വാചകങ്ങളിലെ പതിവിനെ കാണിക്കാം. പതിവായിട്ട് മദ്യപിക്കാറില്ലെന്നല്ല അതിന്റെ അർത്ഥം. അവൾ പുകവലിക്കാറില്ല. അപ്പൊ നമുക്ക് പറയാം അവൾ പുകവലിക്കാറില്ല എന്നുള്ളത് പതിവാണ്. അവൾ പുകവലിക്കാറുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പതിവിനെ സൂചിപ്പിക്കുന്നത് അവൾ പുകവലിക്കാറില്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ രണ്ടും അതിൻ്റെ അകത്ത് വരാം. ഇവിടെ കിട്ടിയില്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇനി നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് ചിന്തിക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞു ഞാൻ പുകവലിക്കാറുണ്ട്. അപ്പൊ ഐ സ്മോക്ക്. ഐ സ്മോക്ക് സബ്ജക്റ്റും വരപ്പിന്റെ പ്രസിഡൻസ്. ഞാൻ പുകവലിക്കാറില്ല എന്നാണെങ്കിൽ ആ സ്മോക്കിന്റെ മുന്നിൽ ഒരു ഡസ് നോട്ട് എന്ന് ചേർക്കണം. എന്ത് ചേർക്കണം? സോറി ഡു നോട്ട് എന്ന് ചേർക്കണം. എന്താണ്? ഡു നോട്ട് എന്ന് ചേർക്കണം. ഐ ഡു നോട്ട് സ്മോക്ക്. ഞാൻ പുകവലിക്കാറില്ല. ദേ ഡു നോട്ട് ടീച്ച്. അവർ പഠിപ്പിക്കാറില്ല. വി ഡു നോട്ട് ലിസൺ. ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. യു ഡു നോട്ട് യൂസ് ലിപ്സ്റ്റിക്. നീ ലിപ്സ്റ്റിക് ഉപയോഗിക്കാറില്ല. ഐ ഡു നോട്ട് കട്ട് മൈ ഹെയർ. ഞാൻ എൻ്റെ മുടി മുറിക്കാറില്ല. ഐ ഡു നോട്ട് ഈറ്റ് നോൺ വെജ് ഫുഡ്. നോൺ വെജ് ഫുഡ് ഞാൻ തിന്നാറില്ല. എസാണ്ട ഇങ്ങനെ വരാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില സ്ഥലത്ത് സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ എസ് സി ഇറക്കണമെന്ന് പറഞ്ഞില്ലേ? എസ്. അവിടെ ശ്രദ്ധിക്കുക, നെഗറ്റീവ് വാചകം വരുമ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ഞാൻ ഉറങ്ങാറില്ല എന്നാണെങ്കിൽ ഐ ഡു നോട്ട് സ്ലീപ്. ഈ ഞാൻ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ നമ്മൾ അവൾ എന്ന് പറയുന്നു. ഷീ ഡസ് നോട്ട് സ്ലീപ്സ്. SLEEPS എന്ന് ഒരുപക്ഷെ ചിന്തിക്കും കുറച്ചു പേര്. എന്തുകൊണ്ടാണ്? ഷീ വരുമ്പോ എസ് ചേർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ലീപ്പ് പ്രസന്റൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു എസ് എന്നും കൂടി ചേർത്ത് സ്ലീപ്സ് ആക്കണ്ടേ എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിക്കും. അപ്പൊ നിങ്ങൾ ഓർക്കണം, നെഗറ്റീവ് വാചകങ്ങളിലാണ് എസ് ചേർക്കുന്നതെങ്കിൽ ഈ മെയിൻ വെർബിന്റെ കൂടെ എസ് ചേർക്കേണ്ട, ആ ഡൂവിന്റെ കൂടെ ചേർത്താൽ മതി എസ്. എന്നിട്ട് ആ ഡു എന്നുള്ളത് എന്താക്കി മാറ്റിയാൽ മതി? ഡസ് എന്ന് മാറ്റിയാൽ മതി. അപ്പോ അവൾ ഉറങ്ങാറില്ല എന്നാണെങ്കിൽ ഷീ ഡസ് നോട്ട് സ്ലീപ്പ്. സ്ലീപ്പ് എന്ന് മതി, കാരണം എസ് അവിടെ ചേർത്തു. ഡു എന്നുള്ളത് എന്താക്കി? ഡസ് ആക്കി. അപ്പൊ പിന്നെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും വെർബിന്റെ കൂടെ എസ് വേണ്ട. അത് ശ്രദ്ധിച്ചോളൂ. യെസ്, സബ്ജക്റ്റ് സിംഗുലർ ആണ്, ഉപയോഗിച്ചിരിക്കുന്നത് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. പക്ഷെ ആ സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ഡു എന്നുള്ളതിന് പകരം ഡസ് എന്ന് ഉപയോഗിക്കും. ഡു എന്നുള്ളതിന് പകരം ഡസ് എന്ന് ഉപയോഗിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. യെസ്. ഇപ്പൊ നമുക്ക് പറയാം നെഗറ്റീവ് ആയിട്ടുള്ള നമ്മുടെ കുറച്ച് സ്വഭാവങ്ങൾ പറയുന്നു. നേരത്തെ പറഞ്ഞില്ലേ, ഐ ഡു നോട്ട് സ്മോക്ക്. ഞാൻ പുകവലിക്കാറില്ല. വേണമെങ്കിൽ പറയാം ഐ ഡു നോട്ട് ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. അതിരാവിലെ ഞാൻ എഴുന്നേക്കാറില്ല. കണ്ട. ഇനി എൻ്റെ മകൻ, അവൻ മൊബൈൽ ഉപയോഗിക്കാറില്ല. മൈ സൺ ഡസ് നോട്ട് യൂസ് മൊബൈൽ. എൻ്റെ മകൻ മൊബൈൽ ഉപയോഗിക്കാറില്ല. എൻ്റെ മകള് ഹിന്ദി പഠിക്കാറില്ല. മൈ ഡോട്ടർ, ഒരാളുള്ളൂ, ഡസ് നോട്ട് സ്റ്റഡി ഹിന്ദി. മൈ ഡോട്ടർ ഡസ് നോട്ട് സ്റ്റഡി ഹിന്ദി. യെസ്. എൻ്റെ അമ്മ ഭക്ഷണം പാകം ചെയ്യാറില്ല. മൈ മദർ ഡസ് നോട്ട് കുക്ക് ഫുഡ്. മൈ മദർ ഡസ് നോട്ട് കുക്ക് ഫുഡ്. യെസ്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ നെഗറ്റീവ് വാചകം വരുമ്പോ ഒന്നുകിൽ ഡു നോട്ട് ചേർക്കണം, അല്ലെങ്കിൽ ഡസ് നോട്ട് ചേർക്കണം. ഒന്നുകിൽ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്. ഡസ് നോട്ട് ചേർക്കുമ്പോ പിന്നെ വെർബിന്റെ കൂടെ വേറെ എസ് ചേർക്കണം. ഓക്കെ, ഇതും കൂടി ഓർത്ത് വെച്ചേക്കാം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി തന്നത്. മറന്നു പോകില്ലല്ലോ.
യെസ്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾക്കുള്ള ഒരു 5 സ്വഭാവം, നേരത്തെ ഉള്ള സ്വഭാവം കൊണ്ട് പറഞ്ഞത് പോസിറ്റീവ് ആയിട്ടുള്ളത്, രാവിലെ എഴുന്നേൽക്കാറുണ്ട്, ചെയ്യാറുണ്ട്, പഠിക്കാറ്. ഇനി ഇല്ല എന്ന് വരുന്ന നെഗറ്റീവായ ഒരു 5 സ്വഭാവങ്ങൾ കണ്ടുപിടിച്ചോളൂ. നെഗറ്റീവായ ഒരു 5 സ്വഭാവം. നേരെ പറഞ്ഞ പോലെ വരാറില്ല, പോകാറില്ല, എടുക്കാറില്ല, പുകവലിക്കാറില്ല, അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള 5 സ്വഭാവം പരിഗണിച്ചു. റെഡിയല്ലേ? യെസ്. നയന, ആർ യു ഓക്കെ? നയനക്ക് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ എന്ന് തോന്നുന്നു. ആ, ഓക്കെ നയന. അതെ. പറഞ്ഞോളൂ. I do not drink coffee. I do not drink coffee. Correct ആണ്. My daughter does not like drink milk. My daughter does not Like drink milk. Yes. Okay. My daughter does not like milk എന്ന് എഴുതിയാൽ മതി. പാൽ അവൾക്ക് ഇഷ്ടമല്ല, പാല് കുടിക്കാറില്ല. അടുത്തത്. I do not travel. ശബ്ദം കുറവാണ്. നയന പറഞ്ഞ. കേൾക്കാം സർ. കേൾക്കാം, പറഞ്ഞോ. ശബ്ദത്തിൽ കുറവാണ് പറഞ്ഞോളൂ. I do not like travel in the rainy season. Yes. സർ നെക്സ്റ്റ് ആലോചിക്കാം, ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ വന്നു തോന്നുന്നു. യെസ്. അത് എന്താണ് അതിന്റെ കംപ്ലൈന്റ് നോക്കട്ടെ ഫോണിന്റെ. യെസ്. ഓക്കെ. ശബ്ദവും ക്ലാരിറ്റി കുറവുണ്ട്. ഓക്കെ. ഷീന, ടോമി, ഐശ്വര്യ, സ്വപ്ന, ഗെറ്റ് റെഡി. പറഞ്ഞോളൂ ഷീന. I do not wear jeans. Yes, I do not wear jeans. ഞാൻ ജീൻസ് ധരിക്കാറില്ല. കറക്റ്റ് ആണ്. My elder son does not drink milk. Yes, my elder son does not drink milk. എൻ്റെ മൂത്ത മകൻ പാല് കുടിക്കാറില്ല. Yes. My friend does not call me. Yes, correct. I does not sorry, I do not yes, very good. പൊട്ടിന് എന്നാ സാറേ പറയണേ? പൊട്ട് ഇങ്ങനെ പുട്ടല്ല, പൊട്ട് ഡു നോട്ട് പിടികിട്ടില്ല. കുറിയൊക്കെ തൊടുന്ന അതിനെന്നാ പറയണേ? ചന്ദനം, അങ്ങനെ പൊട്ട് മേക്കപ്പ് അങ്ങനെ മതി. പൊട്ടു. പിന്നെ ഞാനേ പുട്ടുന്നാണ് കേട്ടത്. അപ്പാണ് സ്റ്റീം കേക്ക് എന്ന് പറയാൻ വേണ്ടിയത്. യെസ്. ഓക്കെ. റെഡി. ശരി. ഓക്കെ. ഐശ്വര്യ പറഞ്ഞോളൂ. I don't eat rice in the morning. I don't like wearing sari. I do not പറഞ്ഞില്ലല്ലോ. Do not പറഞ്ഞ.
ഡു നോട്ടാ പറഞ്ഞേ. ആ present അല്ലേ correct? ഒന്നുകൂടി പറഞ്ഞു, ക്ലിയർ ആയില്ല. I do not eat rice in the morning. I don't Yes. like wearing sari. Yes. My son doesn't like. അത് ഫില്ല് ചെയ്തിട്ടില്ല, 3 എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. Yes, okay. ഓക്കെ ശരിയാ, കുഴപ്പമില്ല. സ്വപ്ന പറയൂ. സാറ് 3 എഴുതിയിട്ടുള്ളേ. മതി 3 കുഴപ്പമില്ല, 3 ആക്ച്വലി മതി. ഓക്കെ. I do not like to tell the lies. I do not like touch the fire. I do not play younger children on the road. Yes, okay. ശരി, റോജി, പ്രിയ, നികിത, അച്ചു, ഗെറ്റ് റെഡി. ശരി, പറയൂ. Children. My father does not give pocket money. Yes, my father does not give pocket money. Correct. They do not play chess. Yes, correct. I do not beat my children. Yes, correct. My friend does not call me. Yes, correct. He does not drink alcohol. Correct. Okay, Priya. Very good. Nikita, പറഞ്ഞോളൂ. I do not wake up early morning. Yes, correct. My daughter does not study. Sir പറഞ്ഞതാ, sorry. I do not call every day my friend. Yes, I do not call my friend every day like that. My auntie does not eat chicken. Yes, correct. My son does not like meals. Yes, correct. My husband does not drink alcohol. Correct. I do not like over makeup. Yes, I do not like overthinking. Okay, ശരി, പറഞ്ഞോളൂ. They do not go to the trip. She does not wear neat dress. Yes, correct. He does not speak English. Correct. I do not drive a car. Yes, correct. We do not watch that movie. Yes, correct. My son does not eat vegetables. Yes, correct. അച്ചു, പറഞ്ഞോളൂ. I don't have my key. ഹലോ സാർ, കേക്കാവോ? ഇപ്പൊ കേൾക്കാം, പറഞ്ഞോ. I don't have my key. Yes. I don't drink alcohol. Yes. I don't newspaper every day. I don't read newspaper every day. Okay. We don't have a movie. Yes. I will not come tomorrow. Yes. My friend does not stay here. Yes, correct. Okay, Achu, very good. My friend does not stay here. Okay. Yes. അപ്പോൾ സിമ്പിൾ പ്രസന്റിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളും അതാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ആ പറഞ്ഞത് കോൺഫിഡൻ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്ത വേറൊരു ടെൻസുമായിട്ട് നമുക്ക് കാണാം. യെസ്, സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. യെസ്, അപ്പോൾ വിത്ത് യുവർ പെർമിഷൻ I close it. We will meet in the next class. Till then, bye. See you. Okay. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Okay.